നമസ്കാരം. കേരളത്തിലെ വളർച്ചയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വഹിച്ചത് താരതമ്യങ്ങൾക്ക് അതീതമായ പങ്കാണെന്നാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. 1957 മുതലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളുടെ നേട്ടങ്ങൾ വിവരിച്ച് പുതിയ ലക്കം ചിന്താവാരികയിൽ പിണറായി എഴുതിയ ലേഖനത്തിൽ പക്ഷേ VS അച്യുതാനന്ദൻ സർക്കാരിനെ കുറിച്ച് ഒരു പരാമർശം പോലും നടത്താതിരിക്കാൻ അദ്ദേഹം നന്നേ ശ്രദ്ധിച്ചിട്ടുണ്ട്. 1996 നായനാർ സർക്കാരിന്റെ നേട്ടങ്ങൾ വിവരിച്ച ശേഷം 2016 അധികാരത്തിൽ വന്ന സ്വന്തം സർക്കാരിന്റെ നേട്ടങ്ങൾ വർണ്ണിക്കുകയാണ്. കേരളത്തിന്റെ സമഗ്ര വളർച്ചയ്ക്ക് കമ്മ്യൂണിസ്റ്റ് LDF സർക്കാരുകളുടെ സംഭാവനകൾ എന്ന ലേഖനത്തിലാണ് VS സർക്കാരിനെ തന്നെ തമസ്കരിച്ചത്. CPMന്റെ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതിയ ലേഖനമാണിത്. ഒന്നാം EMS മന്ത്രിസഭയുടെ നേട്ടങ്ങൾ പറഞ്ഞാണ് ലേഖനം ആരംഭിക്കുന്നത്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനർനിർണയം മുതൽ ഭൂപരിഷ്കരണം വരെയുള്ള കാര്യങ്ങൾ മുൻനിർത്തി നടത്തിയ പോരാട്ടങ്ങളുടെ ചരിത്രം ആധുനിക കേരള രൂപീകരണത്തിന്റെ ചരിത്രമാണ്. 1957 കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ കാർഷിക ബന്ധങ്ങളും ഭൂബന്ധങ്ങളും അഴിച്ചു പണിതുകൊണ്ട് വാക്കുപാലിക്കുന്നവർ കമ്മ്യൂണിസ്റ്റുകാർ ആണെന്ന് ലോകത്തിനു മുൻപിൽ തെളിയിക്കുകയും ചെയ്തു എന്നാണ് പിണറായിയുടെ പുകഴ്ത്തൽ. 1967, 1980, 1987, 1996 എന്നീ കാലഘട്ടങ്ങളിലെ ഇടത് സർക്കാരുകളെ കുറിച്ച് പറഞ്ഞ ശേഷം 2016 സർക്കാർ കൈവരിച്ച നേട്ടങ്ങളെ കുറിച്ചാണ് പിണറായി ലേഖനത്തിൽ പറഞ്ഞു പോകുന്നത്. 2006 അധികാരത്തിൽ വന്ന VS അച്യുതാനന്ദൻ സർക്കാരിനെ കുറിച്ച് ഒരു വാക്കുപോലുമില്ല. 1980 നായനാർ സർക്കാരിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി 96 സർക്കാരുകൾക്ക് ശേഷം തന്റെ സർക്കാരിന്റെ നേട്ടത്തെ കുറിച്ചാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ദോഷം പറയരുതല്ലോ, VS അച്യുതാനന്ദന്റെ ഒരു ചിത്രം ലേഖനത്തിനൊപ്പം ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 1980 പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിൽ അധികാരം ഏൽക്കുന്നത്. രാജ്യത്ത് ആദ്യമായി കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയത് ഈ സർക്കാരാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാൻ ഉതകും വിധം കമ്പോളങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ ശക്തിപ്പെടുത്തി മാവേലി സ്റ്റോറിന് തുടക്കം കുറിച്ചതും ആ സർക്കാരായിരുന്നു. 1987 അധികാരത്തിൽ വന്ന ഇടത് ജനാധിപത്യ മുന്നണി സർക്കാർ സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് കേരളത്തെ നയിച്ചു. ക്ഷേമ പെൻഷനുകളെ വിപുലപ്പെടുത്താനും ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ശക്തിപ്പെടുത്താനും കേരളത്തിന്റെ IT വികസനത്തിന് ദീർഘവീക്ഷണത്തോടെ അടിത്തറയിടാനും ആ സർക്കാരിന് കഴിഞ്ഞു. ആഗോള ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ രാജ്യത്ത് അതിതീവ്രമായി നടപ്പിലാക്കി തുടങ്ങിയ ഘട്ടത്തിലാണ് 1996 ഇടത് ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരുന്നത്. ഇന്ത്യയിലെ വലതുപക്ഷ രാഷ്ട്രീയം ജനാധിപത്യത്തെ മുതലാളിത്തത്തിന് തീറെഴുതിയ ആ കാലത്ത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന അധികാര വികേന്ദ്രീകരണത്തിൻ്റെതായ ജനകീയാസൂത്രണ ബദൽ ആ സർക്കാർ നടപ്പാക്കി. ജനാധിപത്യ പ്രക്രിയയിലും വികസന പ്രവർത്തനങ്ങളിലും പൊതുജനത്തിനുള്ള പങ്ക് വർദ്ധിപ്പിക്കാനും ശക്തിപ്പെടുത്താനും ഉതകിയ ജനകീയാസൂത്രണ പരിപാടി ലോകശ്രദ്ധ ആകർഷിക്കുന്നതായിരുന്നു. ഇങ്ങനെ 1996 സർക്കാരിന്റെ നേട്ടങ്ങൾ പറഞ്ഞ ശേഷം നേരെ പോകുന്നത് തന്റെ ഭരണകാലത്തിലേക്കാണ്. അസമത്വം വളർത്തുന്ന ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരെ സമഗ്രമായ ജനകീയ വികസനത്തിന്റെ ബദൽ നയങ്ങളുമായാണ് 2016 ഇടതു ജനാധിപത്യ മുന്നണി സർക്കാരും അധികാരമേറ്റത്. പൊതുമേഖലയെ സംരക്ഷിക്കുക, സാമൂഹ്യ സുരക്ഷ ശക്തിപ്പെടുത്തുക, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ രണ്ടാം തലമുറ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അടിസ്ഥാന സൗകര്യ വികസനം ഊർജിതമാക്കുക, കാർഷിക വ്യവസായ മേഖലകളെ ശക്തിപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളിൽ ഊന്നുന്ന നയങ്ങളാണ് ആ സർക്കാർ നടപ്പിലാക്കിയത്. വികസന രംഗത്ത് മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കുമ്പോഴും കേരളത്തിന്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ സംരക്ഷിക്കാനുള്ള നടപടികളും സർക്കാർ സ്വീകരിച്ചു. ഇതാണ് തന്റെ സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തൽ. കിഫ്ബി കൊണ്ട് നാട്ടിൽ വന്ന വികസന നേട്ടങ്ങളെ കുറിച്ച് അദ്ദേഹം ആവേശം കൊള്ളുന്നുണ്ട്. മുൻകാലങ്ങളിൽ കേരളം ഭരിച്ച കോൺഗ്രസ് CPI സർക്കാരുകൾ ഒന്നും ചെയ്തില്ല എന്നാണ് വരികൾക്കിടയിൽ പറയുന്നത്. എല്ലാ നേട്ടങ്ങളും 2016 ശേഷമാണെന്ന മട്ടിലാണ് ലേഖനത്തിലെ അവകാശവാദം. 1964 CPM രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തവരിൽ ഇന്ന് ജീവനോടെ അവശേഷിക്കുന്ന മുതിർന്ന നേതാവിനെയാണ് ഒരു വാക്കുകൊണ്ട് പോലും ഓർക്കാതെ പിണറായി ലേഖനം അവസാനിപ്പിക്കുന്നത്. വിഭാഗീയതയുടെ കാലത്തെ VSനോടുള്ള കലിപ്പ് പിണറായിക്കും ഇനിയും തീർന്നിട്ടില്ലെന്ന് ഇതോടെ വിമർശനമുയരുകയാണ്. നന്ദി.